ഓം നമോ നാരായണായ. ഇതിനു മുമ്പ് 2023 ഞാൻ ഗുരുവായൂരപ്പൻ എനിക്ക് നൽകിയ ഒരു അനുഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്നവർ അതുകൂടി കേൾക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ നമുക്ക് ദുഃഖങ്ങൾ തരുന്നത് നമ്മെ തകർക്കാനല്ല, നമ്മെ പാകപ്പെടുത്തിയെടുക്കാനാണ് എന്ന്. അതുവരെ നമ്മൾ എത്ര വിളിച്ച് കരഞ്ഞാലും അലമുറയിട്ടാലും ഭഗവാൻ ചിലപ്പോൾ കേൾക്കാത്ത ഭാവത്തിലേക്ക് ഇരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത നിരാശയൊക്കെ തോന്നും. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, എത്രയോ വർഷങ്ങളായി ഇടതടവില്ലാതെ നേരവും കാലവും ഒന്നും നോക്കാതെ ഞാൻ എപ്പോഴും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പരാതികളും പരിഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞ് ഈശ്വരനോട് എപ്പോഴും കണക്റ്റ് ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പ്രാർത്ഥിക്കുന്നതിന് നേരവും കാലവും ഒന്നുമില്ലേ? ചിലർ പറയാറുണ്ട്, ഏതു നേരം പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് പ്രാർത്ഥനയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുമ്പോൾ പറയാനാരുമില്ലാതെ, മനസ്സിലാക്കാൻ ആരുമില്ലാതെ, ഒരു ആശ്വാസവാക്ക് പറയാൻ ആരുമില്ലാതെ, മനസ്സിൻ്റെ പിടിവിട്ടു പോകാതിരിക്കാൻ എനിക്കുള്ള ഏക മാർഗം എൻ്റെ സങ്കടങ്ങളെല്ലാം ഈശ്വര സമക്ഷം കൊണ്ട് സമർപ്പിക്കുക എന്നത് മാത്രമാണ്. എത്രയോ വർഷങ്ങളായി പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ താങ്ങാനാവാത്ത ഭാരം പിടികൂടുമ്പോൾ ദൈവത്തിനോട് പിണങ്ങാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ വീണ്ടും പ്രത്യാശ വീണ്ടെടുക്കും. ഇതിങ്ങനെ വർഷങ്ങളായി തുടരുന്നു. അങ്ങനെ മനസ്സ് കൈവിട്ടു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണം എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. അപ്പോൾ ഞാൻ ഭഗവാനോട് ചോദിക്കും, ശരി, എൻ്റെ പ്രാരബ്ധകർമ്മം കഴിയാത്തതുകൊണ്ടാവും അങ്ങൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാത്തത്. പക്ഷേ അങ്ങിതെല്ലാം കാണുന്നുണ്ട്, എൻ്റെ ദുഃഖങ്ങൾ അറിയുന്നുണ്ട്, എൻ്റെ കൂടെയുണ്ട് എന്നതിന്, എൻ്റെ സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തെളിവ് തരാൻ ആവശ്യപ്പെടും. അങ്ങനെ പലപ്പോഴും ഭഗവാൻ തെളിവ് തന്നിട്ടുമുണ്ട്. ആ ആശ്വാസത്തിൽ കുറച്ചു കാലം ശാന്തമായി പ്രാർത്ഥിക്കും, പ്രതീക്ഷയോടെ ഇരിക്കും. പക്ഷെ എന്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. പിന്നെയും പ്രാർത്ഥിച്ചിട്ട് ദുഃഖങ്ങൾക്ക് കുറവ് വരാതാകുമ്പോൾ വീണ്ടും പിണങ്ങും, പരാതി പറയും, അവസാനം വീണ്ടും തെളിവ് ചോദിക്കും കൂടെയുണ്ട് എന്നതിന്. അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ 2023 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 2026 ഫെബ്രുവരി 16 ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി പലതരം പ്രശ്നങ്ങളിൽപ്പെട്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ, സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ചില സമയത്ത് പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത ഒരുതരം മരവിപ്പ് മനസ്സിനനുഭവപ്പെടും. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലൂടെ ഞാൻ കുറച്ച് ദിവസമായി കടന്നു പോവുകയായിരുന്നു. തലേ ദിവസം ഫെബ്രുവരി 15 ശിവരാത്രിക്ക് വടക്കുനാഥനിൽ പോയിട്ടും എനിക്ക് സമാധാനത്തോടെ പ്രാർത്ഥിക്കാനുള്ള മാനസികാവസ്ഥ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മയ്ക്കൊരു ചെറിയ വയ്യായിക വന്നപ്പോൾ അമ്മ തിങ്കളാഴ്ച ഗുരുവായൂരിൽ പോകാമെന്ന് നേർന്നിരുന്നു. അതിനിടയിൽ ഫെബ്രുവരി 14 ശനിയാഴ്ച ഉച്ച മുതൽ എൻ്റെ കാൽമുട്ട് ചലിക്കാനാവാത്ത വിധം അതിശക്തമായൊരു വേദന വന്നു. അന്ന് രാത്രി ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാൻ പോലും എൻ്റെ കൈകൊണ്ട് കാലെടുത്ത് തിരിക്കണമെന്ന രീതിയിൽ അതിശക്തമായ വേദന. മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വായിൽ താടിയെല്ലെടുത്തു മാറ്റി കാൽമുട്ടിന് താഴെയുള്ള എല്ലെടുത്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വേദന വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഗോട്ട് പ്രശ്നം മൂലവും. അപ്പോൾ ഞാൻ ഏതായാലും തിങ്കളാഴ്ച ഗുരുവായൂരിൽ പോകുന്നുണ്ടല്ലോ, അപ്പോഴേക്കും വേദന മാറിയാൽ 3 ഒറ്റയടി പ്രദക്ഷിണം വയ്ക്കാമെന്ന് നേർന്നു. പിറ്റേ ദിവസം ശിവരാത്രിക്കും നടക്കുമ്പോൾ വേദനയുണ്ടായിരുന്നു. തിങ്കളാഴ്ച ആവുമ്പോഴേക്കും ഭേദമായി. ഇപ്പോൾ ഗുരുവായൂരിൽ ഉള്ളിലേക്കുള്ള പ്രവേശനത്തിന് ടോക്കൺ വാങ്ങണമെങ്കിൽ ID കാർഡ് നിർബന്ധമാണല്ലോ. പക്ഷേ 8 മണിക്ക് തൃശ്ശൂർ പൂങ്കുന്നത്ത് നിന്ന് ട്രെയിനിൽ പോകാൻ 7:30 ഓട്ടോ ഏർപ്പാടാക്കിയതിനാലും രാവിലെ മകനുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് പോകുന്ന തിരക്കിൽ ID കാർഡ് എടുക്കാൻ മറന്നു. ഭഗവാന് സമർപ്പിക്കാൻ ഒരു കത്തും എഴുതി വെച്ചിരുന്നു, അതും എടുക്കാൻ മറന്നു. അവിടെ എത്തി ആദ്യത്തെ ഒറ്റയടി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മനസ്സിൽ കുമിഞ്ഞു കൂടിയിരുന്ന സങ്കടങ്ങൾ, നിരാശകൾ, ഉത്കണ്ഠകൾ തുടങ്ങി മാനസിക ഭാരം എനിക്ക് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. കണ്ണിൽ നിന്ന് ധാരയായി കണ്ണീർ ഒഴുകിക്കൊണ്ടും നാമം ചൊല്ലിക്കൊണ്ടും
ഒരു പ്രദക്ഷിണം പൂർത്തിയാകാറായപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, എത്ര വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങേക്കൊരു കുലുക്കവുമില്ലല്ലോ. പക്ഷേ എനിക്ക് അങ്ങയെ വിളിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെങ്കിലും ചില സമയത്ത് ഞാൻ മനസ്സിൽ അലറിക്കരയാറുണ്ട്. പല വിധത്തിൽ ഞാൻ ഭഗവാനോട് പരിഭവം പറഞ്ഞു. ഒരു ശത്രുവിനോടെന്ന പോലെയാണല്ലോ ചില സമയത്ത് അങ്ങെന്നോട് പെരുമാറുന്നത്. എന്നെങ്കിലും എൻ്റെ ദുഃഖങ്ങൾക്ക് അങ്ങൊരു പരിഹാരം കാണും എന്നുണ്ടെങ്കിൽ ID കാർഡ് ഇല്ലാതെ എന്നെ ഒന്നകത്തേക്ക് കയറ്റിവിടണേ. എൻ്റെ ദുഃഖങ്ങൾ അങ്ങ് കാണുന്നുണ്ട് എന്നുള്ള ആശ്വാസത്തോടെ ഞാൻ തൃപ്തിപ്പെട്ടോളാം എന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കി. ഇനി 2 ഒറ്റയടി പ്രദക്ഷിണം കൂടിയുണ്ട്. പക്ഷെ അതിനു മുമ്പ് മാനേജറുടെ ഗോവണിയുടെ താഴെയുള്ള സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കാം എന്ന് കരുതി ഞാൻ പോയി. അയാൾ പറഞ്ഞു ID കാർഡ് ഇല്ലാതെ കയറ്റിവിടാൻ പറ്റില്ല എന്ന്. അമ്മയെ ഒരു സ്ഥലത്തിരുത്തിയാണ് ഞാൻ പ്രദക്ഷിണത്തിന് പോയിരുന്നത്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി. ID കാർഡുള്ള ബാഗ് വീട്ടിൽ വെച്ച് മറ്റൊരു ഹാൻഡ് ബാഗ് എടുത്താണ് വന്നത്. അമ്മയുടെ ബാഗിൽ വെറുതെ എന്ന് നോക്കാമെന്ന് കരുതിയാണ് പോയത്. അമ്മയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി നോക്കുമ്പോൾ ആ നേരം വരെ കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു മധ്യവയസ്കനായ വ്യക്തി എൻ്റെ അടുത്ത് വന്ന്, നിങ്ങൾക്കുള്ളിൽ കയറാൻ പാസ് വേണോ എന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതത്തിൽ അയാളെ നോക്കി. ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു പോയി. ഞാനും അമ്മയും അതാരാണ് എന്ന് പരസ്പരം ചോദിക്കുമ്പോഴേക്കും 1 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പാസുമായി വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പാസ് കാണിച്ചാൽ ചിലപ്പോൾ അവർ ID കാർഡ് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അമ്മാവൻ്റെ കയ്യിലോ ആങ്ങളയുടെ കയ്യിലോ ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ സന്തോഷത്തിൽ പാസ് വാങ്ങി കടത്തിവിടുന്ന സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോയി. അയാൾ പാസ് വാങ്ങി ID കാർഡ് എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മാവൻ്റെ കയ്യിലാണ് എന്ന്. ആ പാസിൽ രാധാകൃഷ്ണൻ എന്നാണ് പേരെഴുതിയിരുന്നത്. ഈ പേരിലുള്ള ID കാർഡും കൊണ്ടുവരൂ, അല്ലാതെ കയറ്റില്ല എന്ന് പറഞ്ഞു. എന്തു ചെയ്യും എന്ന് വിചാരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് പാസ് തന്ന അദ്ദേഹം ID കാർഡുമായി പിന്നിലെത്തി. സെക്യൂരിറ്റി ചോദിച്ചത് കേട്ടെന്ന പോലെ ഇതാ ID കാർഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം കാർഡ് കാണിച്ചു. അത് വാങ്ങി സെക്യൂരിറ്റി ഞങ്ങളോട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. പാസ് തന്ന് ഒരു പരിചയവുമില്ലാത്ത ഞങ്ങളെ ഉള്ളിൽ കയറ്റി തൊഴിയിക്കാൻ വീണ്ടും കാർഡുമായി വന്ന അദ്ദേഹത്തോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ സെക്യൂരിറ്റി കേൾക്കെ നന്ദി പറഞ്ഞാൽ മുമ്പ് അമ്മാവനാണ് എന്ന് പറഞ്ഞല്ലോ, പരിചയമില്ല എന്നയാൾ അറിയില്ലേ. ഞാൻ നന്ദിയോടെ അദ്ദേഹത്തെ നോക്കി തലയാട്ടി നടന്നു നീങ്ങി. 10-15 മിനിറ്റ് ക്യൂവിൽ ഉള്ളിൽ കയറി തൊഴുതു. പുറത്തിറങ്ങി അദ്ദേഹത്തെ കണ്ടാൽ ഒരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇത് കേൾക്കുമോ എന്നറിയില്ല. എന്തായാലും ഇത്രയും ജനങ്ങളുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ നിമിഷം വരെ കാണാത്ത ഒരാളെ പാസും ID കാർഡുമായി ഞാൻ അകത്ത് കയറ്റണേ എന്ന അപേക്ഷ സ്വീകരിച്ച് ഭഗവാൻ തന്നെയാണ് അയച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്. അതുവരെ വെള്ളം കിട്ടാതെ വാടിത്തിളർന്ന ഒരു ചെടി പുതുമഴ കൊണ്ട് ഉണർന്നതുപോലെ ഞാൻ പൂർവാധികം ശക്തിയോടെ ഭഗവാനെ സ്തുതിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ഇടതടവില്ലാതെ ഭഗവാൻ നമ്മൾക്ക് ദുഃഖം തരുന്നുണ്ടെങ്കിൽ ഇടതടവില്ലാതെ ഭഗവാനെ വിളിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കുന്തിദേവി എനിക്ക് ദുഃഖം തരൂ എന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടത്. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരാണ്. ചില സമയത്ത് നമുക്ക് നിരാശ പിടിപെടും. പക്ഷെ നമ്മെ വിട്ടുപോകാൻ ഭഗവാൻ അനുവദിക്കില്ല. ഞാൻ കൂടെയുണ്ട്, പേടിക്കണ്ട എന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തും. അതുപോലെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. 1 നാരായണായ.